അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തിന്റെ വാതായനങ്ങൾ നമുക്ക് മുന്നിലേക്ക് തുറന്നു തരണമെങ്കിൽ ഒരുപാട് മാർഗങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ 5 കാര്യങ്ങൾ അവിടുന്ന് പറയുന്നു. ബർക്കത്ത് ആഗ്രഹിക്കാത്ത ആരാണ് എന്റെ പെങ്ങളെ ഉള്ളത്? ഏത് ചെറുപ്പക്കാരനാ ഉള്ളത് ബർക്കത്തിന് വേണ്ടിയിട്ട് റബ്ബിനോട് ചോദിക്കാത്ത ആരാണ് നമ്മുടെ ഇടയിലുള്ളത്? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകിയതിലെല്ലാം ബർക്കത്ത് തരണേ അല്ലാഹ്. ആറ്റലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ അല്ലാഹു തആല ബർക്കത്ത് ലഭിക്കണമെങ്കിൽ, ഒരു വിശ്വാസിക്ക് അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കണമെങ്കിൽ 5 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് സിദ്ധിക്കപ്പെട്ട അവന്റെ ജീവിതം ബർക്കത്തിനാൽ നിറയുമെന്ന് ഹബീബേ ഹുദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഒന്നാമതായി പറയുന്നു, തിലാവത്തുൽ ഖുർആനി ദായിമാ. അല്ലാഹുവിന്റെ വിശുദ്ധ കലാമില്ല പെങ്ങളെ, നിന്റെ വീടിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വീടിന്റെ ആ കാണുന്നതായ വീടിന്റെ അലമാരിയുടെ മുകളില് വലയടിച്ചിരിക്കുന്ന നിന്റെ ഖുർആനില്ലേ, അത് റബ്ബിന്റെ കലാമാ. നിങ്ങളതെടുത്തൊന്ന് ഓതിയോ? വിശുദ്ധ റജബല്ലേ വരുന്നത്, ഇത് കഴിഞ്ഞാൽ ശഅബാനല്ലേ, റമളാൻ വരട്ടെ. റമളാനിന്റെ 30 ദിനരാത്രങ്ങളിൽ എനിക്കതൊന്നെടുക്കണോ, എന്നിട്ടതൊന്ന് ഓതണമെന്ന രീതിയിൽ ഇരിക്കുന്ന ഉമ്മ, നിനക്ക് ബർക്കത്ത് അല്ലാഹു തആല തരാനുള്ള ഒരു വലിയ മാർഗമാണ്. നീ അവിടുന്ന് വേണ്ടാത്ത രീതിയിൽ, ഉപേക്ഷിച്ച രീതിയിൽ, ശ്രദ്ധിക്കാത്ത രീതിയിൽ നിന്റെ വീടിന്റെ ഷെൽഫിന്റെ മുകളിൽ അവിടുന്ന് വെച്ചിരിക്കുന്നത്. ഇന്ന് ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോയാ അല്ലാഹുവിന്റെ കലാം എടുക്കണേ ഉമ്മ, അതിന്റെ പൊടികൾ തട്ടി മാറ്റണേ ഉമ്മ, എന്നിട്ട് അതിലെ ഒരു പേരെങ്കിലും ഓതാതെ നീ ഉറങ്ങരുതേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞത്, അബൂദറേ, വിശുദ്ധ ഖുർആൻ ഓതണം നീ. ആ ഖുർആൻ ഓതുകയും അല്ലാഹുവിന്റെ ദിക്ർ അവിടുന്ന് ചൊല്ലുകയും ചെയ്ത അതിന് ശേഷം നീ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിലേക്ക് എന്തും അവിടുന്ന് ദുആ ചെയ്ത അല്ലാഹു ബർക്കത്ത് തരുമല്ലോ, അതിനൊക്കെയും ഇജാബത്ത് തരുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂദറേ, നിന്റെ ഖുർആനോടലും നിന്റെ അദ്കാർ ചൊല്ലലുമൊക്കെ നൂറും ഫിസ്സമാ വനൂറും ഫിൽ അർളി. അത് നിനക്ക് ആകാശത്തിലും പ്രകാശമാണ്, അത് നിനക്ക് ഭൂമിയിലും അവിടുന്ന് പ്രകാശമാണ്. അല്ലാഹുവിന്റെ റസൂൽ അബൂദറിന്റെ കൈപിടിച്ച് പറഞ്ഞു കൊടുത്തെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പറഞ്ഞതാണ്. ആ റസൂലുള്ള നമുക്ക് ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങൂ, അദ്കാറിലേക്ക് മുഴുകൂ.
രണ്ടാമതായി പറയുന്നു, എല്ലാവരോടും നിങ്ങൾ സലാം പറയണോ. എങ്ങനെയാണ് സലാം പറയേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നിങ്ങൾ അവിടുന്ന് സലാം പറഞ്ഞ ആ മടക്കുന്ന ആള് സലാം മടക്കുമ്പോ അത് ബറക്കത്താണ്. അല്ലാഹു തആല റഹ്മത്താണ് അവിടെ നൽകുന്നത്. അതുകൊണ്ട് മുസ്ലിമും തമ്മിൽ കാണുമ്പോ ആ അഭിവാദനത്തിന്റെ പദങ്ങൾ അവിടുന്ന് പറയുമ്പോ ബർക്കത്തിന്റെ വാതായനങ്ങൾ നിനക്ക് മലർക്ക് തുറക്കുമെന്ന് ഹബീബേ ഹുദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയാണ്, മൂന്നാമതായി അവിടുന്ന് പറയുന്നു, നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ആ വീട്ടിലുള്ളവരോട് നീ സലാം പറയണോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നവിടുന്ന് സലാം പറഞ്ഞുകൊണ്ട് നീ വീട്ടിലേക്ക് കയറിയ, ഓ സഹോദരങ്ങളെ, നിന്റെ വീട്ടില് പട്ടിണിയില്ല, നിന്റെ വീട്ടിലവിടുന്ന് ദാരിദ്ര്യമുണ്ടാകില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിഷമങ്ങളുടെ ഭാണ്ഡങ്ങളുമായി ഭാണ്ഡവും ചുമന്നുകൊണ്ട് ദുഃഖത്തിന്റെ മാറാലയുമായി ജീവിക്കുമ്പോ റസൂലുള്ളാഹിന്റെ പാഠങ്ങളിൽ അധ്യായങ്ങളിൽ ഒന്നും അടങ്ങോ. നമുക്കറിയില്ലേ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ ഹിജറ ചെയ്ത് മദീനയിലെത്തുമ്പോ, പാലായനം ചെയ്ത് മദീനയിൽ മക്കത്ത് നിന്ന് മദീനയിലേക്ക് വന്നപ്പോ ആ മദീനക്കാരൊക്കെ റസൂലുള്ളാഹിക്ക് സമ്മാനം കൊടുക്കുകയാണ്. അജ്വായിട്ടപ്പഴം സമ്മാനം കൊടുക്കുന്നു, മധുരങ്ങൾ സമ്മാനം കൊടുക്കുന്നു. അവിടെ ഒരു ഉമ്മ കരയുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ തരാനായി ഒന്നുമില്ല റസൂലേ. അല്ലാഹുവിന്റെ ഹബീബേ, ഒരു കാരക്കയുടെ കീറ പോലും എന്റെ കയ്യിലില്ല നബിയേ, എന്റെ കയ്യിലില്ല നബിയേ. നബിയേ, എന്റെ 8 വയസ്സുള്ള പൊന്നുമോൻ അനസിനെ ഞാനിതാ അങ്ങയുടെ കയ്യിൽ സമ്മാനമായി തരുന്നു റസൂലേ. അവിടുന്ന് അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമായില്ലേ. നോക്കൂ, അനസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമായി മാറിയെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അനസിന് പഠിപ്പിച്ചു കൊടുത്ത പ്രഥമമായ പാഠം എന്തെന്ന കിതാബുകളിൽ കാണാം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത അനസ് എന്ന കുഞ്ഞുമോന്, ആ അനസ് എന്ന കുഞ്ഞുമോനിനെ റസൂലുള്ള വിളിച്ചിട്ട് പഠിപ്പിച്ചു കൊടുത്ത ആദ്യത്തെ അറിവെന്തെന്നറിയോ? യാ ബുനയ്യ, എന്റെ കുഞ്ഞുമകനെ, നിന്റെ വീട്ടിലേക്ക് നീ കടന്നു ചെല്ലുമ്പോ സലാം പറയാതെ നീ വീട്ടിലേക്ക് കയറല്ലേ. സലാം നീ അവിടെന്ന് പറഞ്ഞാൽ അത് നിനക്കും ബർക്കത്താണ്, അത് മടക്കുന്ന നിന്റെ വീട്ടുകാർക്കും ബർക്കത്താണ്. സഹോദരങ്ങളെ, ഇന്ന് മുതൽ നിങ്ങൾ ശീലിക്കണം, ഈ വാലകളിൽ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉമ്മറപ്പടിയിലിരിക്കുന്ന ഉമ്മാമാന്റെ മുഖത്ത് നോക്കിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നവിടെന്ന് പറയുമ്പോ ആ പാവപ്പെട്ട ഉമ്മ അവിടെന്ന് തിരിച്ച് സലാം മടക്കുമ്പോ തിരക്ക് ബർക്കത്തിന്റെ വാതായനങ്ങൾ അല്ലാഹു തുറന്നു തരുമെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് ആദ്യമായി അനസിന് പഠിപ്പിച്ചു കൊടുത്ത പാഠമാ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത ജീവിതത്തിൽ പകർത്തേണ്ട
മഹനീയമായ കർമ്മങ്ങളാണ്. നാലാമതായി പറയാ, ഒരാൾക്ക് ബർക്കത്ത് ലഭിക്കണമെങ്കിൽ, ഒരാൾക്ക് റിസ്കിൽ ബർക്കത്ത് ലഭിക്കണമെങ്കിൽ, ഒരാളുടെ ആയുസ് നീളമാകണമെങ്കിൽ ഉമ്മ കുടുംബ ബന്ധങ്ങളെ ചേർക്കണം. ഉമ്മ വേറിട്ട് പോയ സഹോദര ബന്ധങ്ങള് പണത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, മണ്ണിന്റെ പേരില് അതേ വേറിട്ട് പോയ സഹോദര ബന്ധങ്ങളെ ഇരടിപ്പിക്കുമ്പോ നിനക്ക് ബർക്കത്ത് ലഭിക്കും. നിന്റെ ആയുസ് നീളമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയമാണ്. ഞാൻ ആ പാട്ടിലേക്ക് കടക്കുന്നില്ല. ഈ കാലഘട്ടം സഹോദരനും സഹോദരിയും, സഹോദരനും സഹോദരനുമൊക്കെ തമ്മിൽ കണ്ടാലും മിണ്ടാതിരിക്കുന്ന കാലമാ. ഒരേ ഉദരത്തിൽ കിടന്ന് ഉമ്മാന്റെ ഗർഭപാത്രത്തിലൂടെ കടന്നു വന്ന സഹോദരങ്ങളുമായി എങ്ങനെയാണ് നിങ്ങൾക്ക് യുദ്ധം കൂടാൻ കഴിയുക? എന്നാണ് നിങ്ങൾക്ക് എതിരായവർ മാറിയത്? എന്നാണ് ആ എതിരിന്റെ അതിർവരമ്പ് നിങ്ങൾ കെട്ടപ്പെട്ടത്? എന്നാണ് ആ വൈരത്തിന്റെ വിത്ത് മുളക്കപ്പെട്ടത്? തിരികെ നടക്കണം ആ സാഹോദര്യത്തിന്റെ പൊൻപുലരിയിലേക്ക്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങൾ സഹോദരങ്ങളായി ജീവിക്കുമ്പോ ഒരു പാത്രത്തിലുണ്ട്, ഒരു പായിൽ കിടന്നുറങ്ങി കണ്ണുനീർ ഒരുമിച്ച് പങ്കിട്ട്, സന്തോഷം ഒരുമിച്ച് പങ്കിട്ട് നിങ്ങളുടെ ഇടയിൽ എന്നാണ് വിള്ളലിന്റെ ആ തോരാമഴ പെയ്തത്? എന്നാണ് ആ ദുരവസ്ഥ നിങ്ങളെ പിടികൂടിയത്? നിങ്ങൾ എന്നാണ് രണ്ടും രണ്ടുമായത്? എന്നാണ് വേർതിരിച്ച് കാണാൻ തുടങ്ങിയത്? അന്ന് നിന്റെ ബർക്കത്ത് അല്ലാഹു തിരിച്ചെടുത്തു പോയി. കുടുംബങ്ങളിൽ ബർക്കത്ത് ലഭിക്കണമോ? ആയുസ് നീളമായി കിട്ടണമോ? അല്ലാഹുവിന്റെ റസൂല് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, കുടുംബ ബന്ധങ്ങളെ ചേർക്കണോ? അഞ്ചാമതായി പറയുന്നു, നിങ്ങളുടെ നാട്ടിലെ, മഹല്ലിലെ, കുടുംബത്തിലെ, വീട്ടിലെ പ്രായമായ മനുഷ്യന്മാരുണ്ടല്ലോ, മുതിർന്നവരായ മനുഷ്യന്മാരുണ്ടല്ലോ, കാർന്നോമാരായ മനുഷ്യന്മാരുണ്ടല്ലോ, അവരെ വേണ്ടവണ്ണം ബഹുമാനിച്ച, അവരെ വേണ്ടവണ്ണം ആദരിച്ച അല്ലാഹുവിന്റെ ജീവിതത്തിൽ ബർക്കത്ത് തരുമെന്ന. അതുകൊണ്ടല്ല മദീനയില് അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ മുത്തുനബിയുടെ കുടിച്ച പാലിന്റെ ശേഷം, ആ കുടിച്ചതിന് ശേഷമുള്ള ശേഷിച്ച പാല് കൊടുക്കാൻ വേണ്ടി എത്രയെത്ര ചെറുപ്പക്കാരായ സ്വഹാബികള് കൂട്ടം കൂട്ടമായി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് സ്വഹാബികളുടെ ഇടയിൽ നിന്നുള്ള പ്രായമായവരുടെ കയ്യിലാണ് അവിടത്തെ ആ പാത്രം കൊടുത്തിരുന്നത്. ഒരു ദിവസം ഒരു സഹാബി ചോദിച്ചോ, യാ റസൂലല്ലാഹ്, ഞങ്ങള് ചെറുപ്പക്കാർക്ക് അവര് കുടിച്ചിട്ടല്ലേ ഞങ്ങൾക്ക് കിട്ടുന്നത്? എന്തേ റസൂലേ, എന്തേ ഹബീബേ, വാർദ്ധക്യമുള്ളവരുടെ കയ്യിലേക്ക്, നമ്മളെക്കാരും മുതിർന്നവരുടെ കയ്യിലേക്കാ നിങ്ങൾ കുടിച്ച പാലിന്റെ ബാക്കി പത്രം എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാ, ആ പാവപ്പെട്ട പ്രായമുള്ള സ്വഹാബിമാര് കുടിച്ചിട്ട് അതിന്റെ ബാക്കി നിങ്ങളിലേക്ക് കിട്ടുമ്പോ അതിലൊരു ബർക്കത്ത് കൈവരുന്ന പോലെയാണ് നിങ്ങൾക്ക് എന്ന മാതൃക കാട്ടിക്കൊടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് നാട്ടിലെ, മഹല്ലിലെ വൃദ്ധരായ, പാവപ്പെട്ട, നടക്കാൻ കഴിയാത്ത, ഒരുപാട് രോഗങ്ങളുമായി നടക്കുന്ന മുതിർന്നവരായ നമ്മുടെ തലമൂത്ത കാർന്നവന്മാരില്ലേ, അവരെ ബഹുമാനിച്ചാൽ, അവരെ ആദരിച്ചാൽ ബർക്കത്തിന്റെ പാരായണങ്ങള് അല്ലാഹു നമുക്ക് തുറന്നു തരുന്നതാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്